നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. 6 മണിക്കൂർ വിമാനയാത്രയിൽ വിളമ്പിയത് ദുർഗന്ധമുള്ള ചിക്കൻ പാസ്ത എന്ന് കഴിച്ച യുവാവ് ഛർദ്ദിച്ചത് 30 തവണയും. ഇത്തിഹാദ് എയർലൈൻസിൽ സംഭവിച്ചത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. വിമാനത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ യാത്രക്കിടെ 30 തവണ ഛർദ്ദിച്ചതായി യാത്രക്കാരന്റെ പരാതി. ബ്രിട്ടീഷുകാരനായ കാമറോൺ കാലഗൻ എന്ന 27 വയസ്സുകാരനാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ബാങ്കോക്കിലേക്കുള്ള യാത്രക്കിടെ മാഞ്ചസ്റ്ററിൽ നിന്ന് അബുദാബിയിലേക്കുള്ള കണക്ഷൻ വിമാനത്തിലാണ് സംഭവം ഉണ്ടായതെന്നാണ് ഇയാൾ പറയുന്നത്. ഇത്തിഹാദ് എയർലൈൻസിന്റെ വിമാനത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണമാണ് കാരണമെന്ന് ഇയാൾ ആരോപിച്ചു. ഇത്തിഹാദിന്റെ വിമാനത്തിൽ 6 മണിക്കൂർ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജനുവരിയിലാണ് കാമറോൺ വിമാനയാത്ര നടത്തിയത് എന്ന് പറയുന്നു. തനിക്ക് ലഭിച്ച ടൊമാറ്റോ ചീസി ചിക്കൻ പാസ്തയാണ് ഭക്ഷ്യവിഷബാധയേറ്റതിന് കാരണമെന്നാണ് യുവാവ് ആരോപിച്ചതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഇയാൾ ഒരു എഗ് സാൻഡ്വിച്ചും കഴിച്ചിരുന്നു. വിമാനം 5 മണിക്കൂർ വൈകിയതോടെ എയർലൈൻസ് നൽകിയ പാസ്ത കഴിക്കുകയായിരുന്നു. മറ്റു യാത്രക്കാരും ഇതേ ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. തനിക്ക് തന്ന പാസ്തയ്ക്ക് ദുർഗന്ധം തോന്നിയിരുന്നു എന്നും വിമാനം വൈകിയതിനാൽ ഈ ഭക്ഷണം ശരിയായി സൂക്ഷിച്ചിരുന്നില്ല എന്നുമാണ് യുവാവ് ആരോപിക്കുന്നത്. പാസ്ത കഴിച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുതൽ അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും 2 തവണ വയറിളക്കമുണ്ടായെന്നും ഇയാൾ പറയുന്നു. പിന്നീട് ഇടയ്ക്കിടെ ഛർദ്ദിക്കുകയും ചെയ്തു. 6 മണിക്കൂർ യാത്രയ്ക്കിടെ ഏകദേശം 30 തവണ ഇത്തരത്തിൽ ഛർദ്ദിച്ചുവെന്നും ഇയാൾ പറയുന്നു. തുടർച്ചയായി ഛർദ്ദിച്ചത് മൂലം അബുദാബിയിൽ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ച് അവശനായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞു. അബുദാബിയിൽ വിമാനമെത്തിയപ്പോൾ അവശനായ കാമറോണിനെ വീൽചെയറിൽ മെഡിക്കൽ മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷമാണ് പിന്നീട് ബാങ്കോക്കിലേക്ക് പോകാൻ കഴിഞ്ഞത്. ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തതാണ് ഭക്ഷണം ചീത്തയാകാൻ കാരണമെന്ന് കാമറോൺ ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ ഇത്തിഹാദ് എയർലൈൻസും പ്രതികരിച്ചിട്ടുണ്ട്. കാലഗന്റെ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം തങ്ങൾ നൽകിയ ഭക്ഷണം അല്ല എന്ന് ഇത്തിഹാദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും തങ്ങൾ വളരെ ഗൗരവത്തിലാണ് എടുക്കാറുള്ളത് എന്നും കർശന അന്വേഷണം ഈ വിഷയത്തിലും നടത്തുന്നുണ്ട് എന്നും വിമാന കമ്പനി വ്യക്തമാക്കി. ഈ വിമാനത്തിലും തങ്ങളുടെ മറ്റ് എല്ലാ വിമാനങ്ങളിലേതുപോലെ തന്നെ ശരിയായ താപനിലയിൽ തയ്യാറാക്കി സൂക്ഷിക്കുന്ന ഭക്ഷണമാണ് നൽകിയതെന്നും എല്ലാ സുരക്ഷാ നിലവാരവും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇത്തിഹാദ് വക്താവ് പറഞ്ഞത്. ഇതേ വിമാനത്തിലെ മറ്റ് യാത്രക്കാരിൽ നിന്ന് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും എയർലൈൻസ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ പ്രഥമ പരിഗണന എപ്പോഴും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണെന്നാണ് വിമാന കമ്പനി അറിയിച്ചത്. പ്രവാസി മലയാളി പ്ലസ്.